വേനൽക്കാലത്തെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമാണ് ഇപ്പോഴെല്ലാവരും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അല്ലേ. വേനലിനെ അതിജീവിക്കാൻ എല്ലാ പോംവഴികളും പ്രയോഗിക്കുമ്പോഴും കഴിയുന്നതും വെയിലത്തിറങ്ങി നടക്കാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മളെന്തായാലും വെയിലത്തിറങ്ങാതെ ഒരിടം പോകാനോ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കില്ല. എന്നാലും മാക്സിമം വെയിലത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നീണ്ട മുടിയുടെ സംരക്ഷണം എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടല്ലേ വേനൽക്കാലത്ത്. അത് എളുപ്പം ആക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ടിപ്സാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. അസഹ്യമായ ചൂട് ഒരു വെല്ലുവിളിയാകുമ്പോൾ ഇരട്ടി ബുദ്ധിമുട്ടിലാവുന്നത് നീണ്ട മുടിയുള്ളവരാണല്ലേ. ചൂടിൽ നിന്നും പൊടിയിൽ നിന്നും മുടിയെ സംരക്ഷിക്കാൻ കഴിയാത്തതാണ് നീളമുള്ള മുടിയുള്ളവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. മുടി എങ്ങനെ കെട്ടിവെച്ചാലും ചൂടിൽ ശരീരം വിയർക്കുമ്പോൾ മുടിയും നനഞ്ഞൊട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. സൂര്യപ്രകാശം കൂടുതലായി ഏൽക്കുമ്പോൾ മുടിയുടെ അറ്റം പിളരുന്നതും അതുപോലെ തന്നെ മുടിയുടെ നിറവ്യത്യാസം ഉണ്ടാകുന്നതും ബലമില്ലാതാവുന്നതുമെല്ലാം പതിവ് പ്രശ്നങ്ങളാണല്ലേ. ഈ വേനൽക്കാലത്ത് മുടിയിലുള്ള ഹീറ്റ് സ്റ്റൈലിംഗ് പരീക്ഷണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അല്ല എങ്കിൽ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഹീറ്റ് സ്റ്റൈലിംഗ് ടൂൾസുകൾ മുടിക്ക് കേടാണ് കേട്ടോ. അതിനാൽ വേനൽക്കാലത്ത് അവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പകരം നമ്മുടെ മുടി എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നാച്ചുറലായിട്ടുള്ള എയറിലോ അല്ല എങ്കിൽ ചെറിയ വെയിലത്തോ നിന്നിട്ട് നമ്മുടെ മുടി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ചെറിയ വെയിൽ, അതായത് അമിതമായിട്ട് വെയിലുള്ള സ്ഥലത്ത് കയറി നിൽക്കാറില്ല. ചെറിയൊരു വെയിലത്ത് കയറി നിന്നിട്ട് നമ്മുടെ മുടി ചെറുതായിട്ട് എന്താ പറയുക, നമ്മൾ നാടൻ ഭാഷയിൽ പറയും കിണ്ടിയിട്ട് ഉണക്കുക എന്ന്. ആ ഒരു രീതിയിൽ നമ്മുടെ മുടി ചകഞ്ഞൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാറാണ് പതിവ് കേട്ടോ. അടുത്ത രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ക്യാപ്പ് ധരിക്കണം കേട്ടോ. വെയിലത്തിറങ്ങുമ്പോഴെല്ലാം വീതിയേറിയ, അതായത് ബേസ്ബോൾ തൊപ്പിയോ അങ്ങനെയുള്ള തൊപ്പികൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്ന് മുടിയെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. നമ്മുടെ തലയോട്ടിയിൽ തണുപ്പ് നിലനിർത്താനും ഇത് സഹായകമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും വേനൽക്കാലത്ത് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള മുടിക്കും ചർമ്മത്തിനും ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. മുടിയിലെയും ശരീരത്തിലെയും ജലാംശം നിലനിർത്തുന്നതിന് പ്രതിദിനം കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം കേട്ടോ. അതുപോലെ തന്നെ കുളത്തിൽ മുങ്ങി നല്ല രീതിയിൽ കുളിക്കുന്നതും അല്ല എങ്കിൽ തണുത്ത ഷവറിൽ കുളിക്കുന്നതുമെല്ലാം നമ്മുടെ മുടിയെയും തലയോട്ടിയെയും കൂളാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഷവറിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി, അതായത് മുടി വേരുകൾ കേടാകത്തില്ലേ എന്ന്. അങ്ങനെയുള്ളവർ അതായത് എന്താണെന്ന് കഴിഞ്ഞാൽ അത്ര നല്ല സ്പീഡിൽ വയ്ക്കാതെ ചെറിയ ഫ്ലോയിൽ വെള്ളം വച്ചിട്ട് മുടി അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല ഇതിൽ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ വേനൽക്കാലത്ത് മുടിയിലെ ജലാംശം നിലനിർത്താനും ആരോഗ്യമുള്ളതായിരിക്കാനും മികച്ച ഒരു മാർഗ്ഗമാണ് മുടി ഡീപ്പ് കണ്ടീഷൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ മുടിയിലും തലയോട്ടിയിലും നേരിയ അളവിൽ ഹെയർ ഓയിൽ പുരട്ടുക. ഇത് മുടിയിൽ ഈർപ്പം നിലനിർത്താനും ചൂടിൽ നിന്ന് മുടിയെ സംരക്ഷിക്കാനും സഹായിക്കും കേട്ടോ. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ചെറിയൊരളവിൽ മാത്രമാണ് കേട്ടോ. അമിതമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് വേറൊരു പ്രശ്നത്തിലേക്ക് നയിക്കും. അതായത് താരൻ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഡേർട്ട് അടിഞ്ഞു കൂടിയിട്ട് മുടി കൊഴിയാനും എല്ലാം കാരണം. അതുകൊണ്ട് അമിതമായിട്ട് എണ്ണ കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. അതുപോലെ തന്നെ മുടി സംരക്ഷണ ദിനചര്യയിൽ ഡീപ്പ് കണ്ടീഷനിങ്, ഹെയർ മാസ്ക് എന്നിവ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് മുടിയിലെ ജലാംശം ഉള്ളതാക്കാനും ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടി ഉയർത്തിക്കെട്ടുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതായത് അമിതമായിട്ട് വേർക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ കഴുത്തിലേക്ക് മുടി ഒട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുടി ചിലപ്പോൾ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുടി ഉയർത്തി കെട്ടി വയ്ക്കുന്നതായിരിക്കും വേനൽക്കാലത്ത് നല്ലത് കേട്ടോ. എൻ്റെ സൗണ്ട് കരകരാന്ന് കേൾക്കുന്നുണ്ടായിരിക്കും, ഒന്ന് ക്ഷമിച്ചേക്കുക. ജലദോഷവും കഫവും കാരണമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ മുടി മുകളിലേക്ക് കെട്ടി വയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ കഴുത്തിലേക്ക് മുടി വീഴുന്നതും അമിതമായി വേർക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹെയർ മാസ്കുകൾ, അതായത് നമ്മുടെ സ്കാൽപ്പിന് തണുപ്പ് നൽകുന്ന രീതിയിലുള്ള ഹെയർ കണ്ടീഷണറും ഹെയർ മാസ്കും ഹെയർ സിറോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹെയറിനെ കണ്ടീഷനായിട്ട് നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്, ഈർപ്പമുള്ളതാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.